2 ട്രിപ്പിൾ, ഒരു ഡബിൾ അടക്കം 15ഓളം മെഡലുകൾ. പരിമിതികളെ അതിജീവിച്ചാണ് ആളൂർ RMHSSന്റെ വിജയഗാഥ. EJ സോണിയ, അന്ന മരിയ എന്നിവർ ട്രിപ്പിൾ നേടിയത് മാത്രമല്ല, ചെറുസംഘമായി വന്ന വലിയ നേട്ടങ്ങൾ നേടിയതിന്റെ വിജയബേരിയാണ് ഇവരുടേത്. പരിമിതികളുണ്ട്, പക്ഷെ തളർന്നിരിക്കാൻ സ്കൂളിലെ കായികാധ്യാപകൻ അരുൺ കെ അരവിന്ദാക്ഷനും കുട്ടികളും തയ്യാറല്ല. ഇത്തവണ 15 കുട്ടികളുമായി ജില്ലാമേളയ്ക്കെത്തിയാണ് ചാമ്പ്യൻ സ്കൂളുകളുടെ പട്ടികയിൽ വലിയ മുന്നേറ്റം നടത്തിയത്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ കുട്ടികളാണ് പലരും എന്നതിനാൽ സ്പോർട്സ് അക്കാദമി പരിശീലനവും മറ്റും ഇവർക്ക് സ്വപ്നം കാണാൻ പോലും ആകില്ല. സമീപത്തൊന്നും നല്ല പരിശീലന ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ കിലോമീറ്ററോളം സഞ്ചരിച്ച് മാഷും കുട്ടികളും പറ്റാവുന്ന സമയത്തൊക്കെയും കുന്നംകുളം സിന്തറ്റിക് ട്രാക്കിലെത്തും. രാവിലെ 5-ന് വീട്ടിൽ നിന്നിറങ്ങി 6:15 ആകുമ്പോഴേക്കും ട്രാക്കിലെത്തിയാണ് പരിശീലനം. ഇവിടെ ഒരു കുട്ടിക്ക് 50 രൂപ വീതം പ്രവേശന ഫീസ് കൊടുക്കണമെന്നതിനാൽ സുഹൃത്തുക്കളെ പലരെയും സ്പോൺസർമാരാക്കിയാണ് ഫീസും കുട്ടികളുടെ ഭക്ഷണത്തിനുള്ള പണവും കണ്ടെത്തുന്നതെന്ന് കായികാധ്യാപകൻ അരുൺ CCTVയോട് പറഞ്ഞു. ഇത്തവണ എത്ര പേരായിട്ട് വന്ന് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ വന്നത് 15 പേരായിട്ടാണ് വന്നത്. ഞാനൊരു 70 പോയിന്റ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം 63 വരെ വന്ന് നിന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഒന്നോ രണ്ടോ ഫസ്റ്റ് സെക്കൻഡായി മാറി, ഒരു സെക്കൻഡ് ബ്രോങ്സ് ആയി മാറി. അതിലാണ് ഈ സ്ലിപ്പ് അപ്പ് ഉണ്ടായിട്ടുള്ളത്. പരിശീലന സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്ഡഡ് സ്കൂളിൻ്റെ പരിമിതി അല്ലാതെ സ്കൂളിനുണ്ട്. പിന്നെ ഉള്ള ഫെസിലിറ്റീസ് വെച്ചിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കാർമലിൽ പോയി പ്രാക്ടീസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ സിന്തറ്റിക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. ഇപ്പോൾ ഇതിൽ സിന്തറ്റിക്കിൽ വരണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ കുറേ ട്രാവൽ ചെയ്യണം. അതിലിപ്പോൾ ഒരു കുട്ടി മാള എന്ന് പറഞ്ഞ കുട്ടിയാണ്, ഏകദേശം ഒരു 70 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് വേണമെങ്കിൽ വരാൻ. നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതിൻ്റെ എഫേർട്ടിൻ്റെ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലായിരിക്കും ഇവരുടെ എഫേർട്ട്. അപ്പോൾ ഒരിക്കലും ആസ് എ ടീച്ചർ എനിക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഭാഗ്യം കൂടിയാണ്. കാരണം ഇതുപോലത്തെ ഒരു മൈൻഡ് സെറ്റുള്ള കുട്ടികൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആരെ സിങ്ക് ചെയ്താലും ആ മൈൻഡ് സെറ്റിൽ എല്ലാവരും വരും. ട്രിപ്പിൾ നേടിയ സോണിയ 100, 200 ഹൈ ജമ്പ് എന്നീ ഇനങ്ങളിലാണ് സ്വർണം കൊയ്തത്. അന്ന മരിയ 100, 200, 400 മീറ്ററിലും ഒന്നാമതെത്തി. എതിരാളികളിൽ നിന്ന് കാര്യമായ മത്സരം ഉണ്ടായില്ലെന്നാണ് ഇരുവരുടെയും അഭിപ്രായം. ട്രിപ്പിൾ നേട്ടം കിട്ടിയ 2 കുട്ടികളുണ്ട്, ഡബിൾ അടിച്ച കുട്ടികളുണ്ട്. ട്രിപ്പിൾ നേട്ടം കിട്ടിയ സോണിയ അല്ലേ? ഞാൻ 100, 200 ഹൈ ജമ്പും ചെയ്തു. നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. ഹൈ ജമ്പ് നന്നായിട്ട് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റിലും പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് 200 ബ്രോൺസ് ഉണ്ടായിരുന്നു. കുഴപ്പമുണ്ടായില്ല. ഏതൊക്കെ 100, 200, 400 നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. വിചാരിച്ചേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റി. അങ്ങനെയല്ല, കുഴപ്പമില്ല. സ്റ്റേറ്റിന് 24-ാം തീയതി പോവാണ്. എങ്ങനെ പ്രതീക്ഷ കണ്ടാണ്ട് അവിടെ ചെല്ലുമ്പോൾ ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷ? ഭാഷ എങ്ങനെ, കോച്ചിങ് എങ്ങനെ? സാറിന്റെ ഡെഡിക്കേഷൻ ചെറുതല്ല, ഞങ്ങളെക്കാളും നല്ല ഡെഡിക്കേഷൻ സാറിന് തന്നെയാണ്. ഇത് ഞങ്ങൾക്ക് പറ്റാവുന്ന പോലെ ഞങ്ങളും ചെയ്യാറുണ്ട്. പലരും അക്കാദമി സ്പിരിറ്റുമായി കളത്തിലിറങ്ങുമ്പോൾ സ്കൂളെന്ന ആവേശവുമായിട്ടാണ് ഇവർ മത്സരരംഗത്തിറങ്ങുന്നത്. സംസ്ഥാന മീറ്റിലും മുന്നിലെത്താൻ സാധിക്കുമെന്നാണ് പരിശീലകന്റെയും കുട്ടികളുടെയും പ്രതീക്ഷ.